അത് നാം ഏൽപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ഇവിടെ സേവനമനുഷ്ഠിച്ച അച്ഛന് അത് തിരിച്ചു കൊടുക്കുകയും വികാരി അച്ഛൻ അത് നേരത്തെ കൈക്കാരന് തന്നെ അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത് സഭയുടെ ഉടമസ്ഥതയെ വിളിച്ചറിയിക്കുന്ന ഒരു ചടങ്ങ് എന്ന വിധത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. ഈ കാര്യത്തിനായി ഈ ദേവാലയം പണിതുയർത്താൻ തക്കവണ്ണം അതിൻ്റെ കൺവീനർ എന്നുള്ള സ്ഥാനത്ത് പ്രവർത്തിച്ച വ്യക്തി ഈ സമയത്ത് ഇതിന്റെ താക്കോൽ കൂട്ടം നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആവശ്യപ്പെടുകയാണ്. ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത് അദ്ദേഹം താക്കോൽ പരിശുദ്ധ ബാബാതിനെ കേൾപ്പിക്കുന്നു. ഇടവക മെത്രാപ്പോലീത്ത തിരുമേനിയുടെ മുൻപാകെ ഈ താക്കോൽ കൂട്ടം ഞാൻ കൈമാറും. സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ ബാബാതിനിൽ നിന്ന് ഈ താക്കോൽ സ്വീകരിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ബാബ ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഞാനത് വികാരിയച്ഛനെ ഏൽപ്പിക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ തിരിച്ചു തരണം എന്നുള്ള കാര്യം ഇടവയിലെ ട്രസ്റ്റി ശുശ്രൂഷ ആരംഭിക്കുക. ഇന്ന് ശുശ്രൂഷയുടെ 2 പ്രധാന ഭാഗങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന് ശിലാസ്ഥാപന ശുശ്രൂഷ. ഈ ദേവാലയം പണി ആരംഭിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തി കാണും. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, കാനോനികമായി ഇതിനൊരു ശിലാസ്ഥാപനം ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ